الناس اتقوا الله عباد الله أوصيكم وإياي أولا بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل من ينجيكم من ظلمات البر والبحر تدعونه تضرعا وخفيا لئن أنجانا من هذه لنكونن من الشاكرين. وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ തഖ്വയുള്ളവരായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ഏവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ രോഗങ്ങളും പ്രതിസന്ധികളും ടെൻഷനുമില്ലാത്ത അള്ളാഹുവിൻ്റെ അനശ്വരമായ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവനും ജീവിതവും നൈമിഷികമാണെന്നും വളരെ കുറഞ്ഞ ഒരു കാലമാണ് നമുക്കിവിടെയുള്ളതെന്നും നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എന്നാൽ സമകാലികമായ ചില സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് അല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ച ചില സംഭവ വികാസങ്ങൾ പോലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിന് അതിന് കമ്പനി ഒരു കാലയളവ് നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിന് കമ്പനി ഒരു വാറണ്ടി നമുക്ക് തരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവനും ജീവിതത്തിനും അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു കാലാവധിയാണുള്ളത്. അതെവിടം വരെയാണ്, അതെത്ര കാലമുണ്ടാകുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയുകയില്ല സഹോദരങ്ങളെ. ഈ കഴിഞ്ഞുപോയ ഒരാഴ്ചക്ക് മുമ്പ് ആറ്റിങ്ങലിന് പരിസരത്തുള്ള ഒരു മാതാവ് രാവിലെ കാപ്പിയെല്ലാം കഴിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ കാൽനടയായി സഞ്ചരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വിഷജീവിയായ ഒരു പാമ്പ് അവരുടെ കാലിലേക്ക് കൊത്തുകയും വേദന കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുകയും തൊട്ടടുത്ത വലിയൊരു ഹോസ്പിറ്റലിലേക്ക് ആ ഉമ്മയെ കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അരമണിക്കൂർ കഴിയുമ്പോൾ ആ മാതാവ് അള്ളാഹുവിലേക്ക് യാത്രയാവുകയാണ്. ഇത്തരം സംഭവങ്ങൾ ഓരോന്നോരോന്നും നമ്മളോട് വിളിച്ചു പറയുന്നത് ഈ ലോകം നൈമിഷികമാണ്,
ഈ ലോകം തുച്ഛമാണ്. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് 14 വയസ്സുകാരനായ ഒരു പൊന്നുമകൻ, സാധാരണ നമുക്ക് വരുന്നത് പോലെ ഒരു ചെറിയ പനി വന്നിട്ട് ആ പനി ശക്തമാവുകയും ശക്തമായ ക്ഷീണവും തളർച്ചയും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ വിദഗ്ധ ചികിത്സകൾ നടത്തുന്നതിനിടയിൽ കുട്ടിയെ ബാധിച്ചിരിക്കുന്നത് നിപ്പ വൈറസ് ആണെന്ന് തിരിച്ചറിയുകയുണ്ടായി. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ബദ്ധശ്രദ്ധയോടുകൂടി ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ ആ കുട്ടിയുടെ ജീവനും ജീവിതവും ആയുസ്സും അത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് ആ മകൻ അള്ളാഹുവിലേക്ക് യാത്രയായി. നിപ്പ വൈറസ് ബാധിച്ച ആ കുഞ്ഞുമകനെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്കല്ല കൊണ്ടുവന്നത്. അതിൻ്റെ പ്രോട്ടോകോൾ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അതിവിശാലമായ ആഴത്തിലുള്ള ഒരു കുഴി കുഴിച്ചിട്ട് പ്രത്യേക പരിശീലനം സിദ്ധിച്ച ചില വിശ്വാസികളായ സഹോദരന്മാർ അവരതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മയ്യത്ത് നമസ്കരിച്ചുകൊണ്ട് വലിയ ആഴമുള്ള ആ ഖബറിലേക്ക് കെട്ടിത്തൂക്കിക്കൊണ്ട് ആ ഒരു സഹോദരന്റെ ആ പൊന്നുമകന്റെ മയ്യത്തെടുത്തു വെക്കുമ്പോ നമ്മളൊക്കെ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവേ, ഇത്തരം വൈറസുകളിൽ നിന്ന്, ഇത്തരം ഭയപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോയി വെച്ച് ആ മകന്റെ മയ്യത്ത് കാണാൻ പോലും സാധിക്കാത്ത ഉമ്മയ്ക്കും ആ കുടുംബത്തിനുമൊക്കെ അല്ലാഹു സമാധാനവും ആശ്വാസവും പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഈ രോഗങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ നമ്മെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏകദേശം 10 ദിവസമായി മണ്ണിൽ പുതഞ്ഞുപോയ ഒരു സഹോദരന്റെ ഡെഡ് ബോഡി ഒന്നെടുക്കുന്നതിനു വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും മുങ്ങൽ വിദഗ്ധരും എല്ലാവരും ആവുന്ന ബദ്ധശ്രദ്ധയോടുകൂടിയുള്ള ഒരു ജീവൻ, ഒരു മനുഷ്യ ജീവന്റെ പരിഗണനയാണ്. ഏകദേശം 10 ദിവസത്തോളമായി അർജുൻ എന്ന് പറയുന്ന ആ സഹോദരൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നമ്മുടെ ചെറിയ മക്കൾ പോലും ആ മനുഷ്യൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ആ മനുഷ്യന്റെ ഡെഡ് ബോഡി മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ആ സഹോദരനെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാവരും പ്രാർത്ഥിക്കുകയും എല്ലാവരും ആ മനുഷ്യ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി നിരന്തരം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഓരോ മനുഷ്യ ജീവനും വലിയ മഹാത്മ്യമാണ്. വലഖദ് കറംനാ ബനി ആദം, ആദം മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഥവാ മനുഷ്യരെ റബ്ബ് ആദരിച്ചിരിക്കുന്നു. നമ്മൾ വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിലേക്ക് വരുമ്പോ വരുന്ന വഴിയിൽ ഒരു സഹോദരൻ അപകടം സംഭവിച്ച് രക്തം വാർന്നു കിടക്കുകയാണെങ്കിൽ ജുമുഅ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് ഓടി വരികയല്ല നാം ചെയ്യുന്നത്. ആ മനുഷ്യ ജീവനെ സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി നാം അതിനു വേണ്ടുന്ന എല്ലാ ശ്രമങ്ങളും നടത്തും. എന്തിനാണ്? ഒരു മനുഷ്യ ജീവന്റെ സുരക്ഷിതത്വമാണ്. കാരണം അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും പ്രവാചക മാതൃകയും നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം വന്ന ഒരനുചരൻ പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോ ഒരു സഹോദരൻ വല്ലാതെ പ്രയാസപ്പെട്ട് മാനസികമായ വല്ലാത്ത സങ്കടത്തിലൊക്കെ അകപ്പെട്ടു പോയി ആ സഹോദരനോട് ചോദിച്ചു. അദ്ദേഹത്തോട് കുത്തി ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ സങ്കടം അദ്ദേഹം പറഞ്ഞു,
ഡേറ്റ് നിശ്ചയിച്ചു കൊടുത്ത ഒരു കടം ഇന്നാണ് ഞാൻ മടക്കി കൊടുക്കേണ്ടത്. ആ പ്രവാചകന്റെ അനുചരൻ വിശുദ്ധ ഖുർആൻ അടച്ചു വെച്ചിട്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി പോയപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇഅ്തികാഫിലല്ലേ? ഇഅ്തികാഫിൽ ഒരു നല്ല നിയ്യത്തോടു കൂടി ഇരിക്കുമ്പോ താങ്കൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട. എന്റെ പ്രതിസന്ധിക്ക് ഞാൻ മറ്റൊരു മാർഗം കണ്ടെത്തിയേക്കാം. ആ അനുചരൻ പ്രവാചകന്റെ ആ മയ്യത്ത് ഖബറടക്കം ചെയ്ത ആ ഖബർസ്ഥാൻ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന്റെ പ്രയാസത്തിന് പരിഹാരം കാണുക എന്നുള്ളത് അല്ലാഹുവിന്റെ ഈ പരിശുദ്ധമായ മസ്ജിദിൽ 10 വർഷം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും വലിയൊരു മഹത്തരമായ പ്രവർത്തനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആ അർജുനൻ എന്ന ആ സഹോദരന് വേണ്ടി ഇന്ത്യയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാം ആ സഹോദരന്റെ ജീവനും ജീവിതവും അതുപോലെ മണ്ണിൽ പുതഞ്ഞുപോയ അദ്ദേഹത്തിന്റെ മയ്യത്ത് വെറുതെ അങ്ങ് മണ്ണിലേക്കും ഒലിച്ചു പോകട്ടെ എന്ന് ചിന്തിക്കാതെ ആ ശവസംസ്കാരത്തിനു വേണ്ടി ആ മണ്ണിൽ പുതഞ്ഞ മയ്യത്തെടുക്കുന്നതിനു വേണ്ടിയിട്ട് ആവുന്ന ശ്രമങ്ങൾ ആ മുങ്ങൽ വിദഗ്ധരായ മനുഷ്യര് ആ മനുഷ്യ ജീവനെ ആ മനുഷ്യനെ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോഴും ആ സഹോദരങ്ങളുടെ ജീവനും ജീവിതവും അപകടത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും ആശ്വാസവും രക്ഷയും നൽകുമാറാകട്ടെ. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെ ഏതൊരു അത്യാഹിതത്തിലും ഏതൊരു അപകടത്തിലും നമുക്കൊരു ആത്യന്തിക രക്ഷ എന്ന് പറയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന രക്ഷയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിന്റെ 63-64 വചനങ്ങളിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഖുൽ മൻ യുനജ്ജീകും മിൻ ളുലുമാതിൽ ബർരി വൽ ബഹർ. പറയുക, ആരാണ് നിങ്ങളെ കടലിലെയും കരയിലെയും അന്ധകാരങ്ങളിൽ നിന്ന്, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിന്ന് അഥവാ അപകടങ്ങളിൽ നിന്ന് നിഗൂഢതകളിൽ നിന്ന് ആരാണ് നിങ്ങളെ രക്ഷിക്കുവാനുള്ളത്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ്. ഖുൽ മൻ യുനജ്ജീകും മിൻ ളുലുമാതിൽ ബർരി വൽ ബഹർ. കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിന്ന്, അവിടുത്തെ വല്ലാത്ത പ്രതിസന്ധികളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, നിങ്ങളറിയാത്ത പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ ആരാണുള്ളത്? നാം ഒന്ന് ചിന്തിച്ചു നോക്കുക പ്രിയ സഹോദരങ്ങളെ. നമ്മൾ രാവിലെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് വാഹനം മൂവിങ് ആകുമ്പോ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? സുബ്ഹാനല്ലദീ, അല്ലാഹുവേ നീ മഹാപരമ പരിശുദ്ധനാണ് റബ്ബേ. സഖറ ലനാ ഹാസാ, നീയാണ് എനിക്ക് ഈ വാഹനം ഉടമയാക്കി തന്നത്. എനിക്ക് സഞ്ചരിക്കാൻ ഈ വിലപിടിപ്പുള്ള വാഹനങ്ങൾ, അത് ചെറുതാകട്ടെ അത് വലുതാകട്ടെ, ഇതിനെ സഞ്ചാരപ്രദമാക്കി തന്നവൻ നീയാണ് റബ്ബേ, നീ പരമപരിശുദ്ധനാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാസാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഇത് ഡ്രൈവ് ചെയ്തത് ഞാനാണെങ്കിലും ഇത് ഓടിക്കുന്നത് ഞാനാണെങ്കിലും ശക്തമായ വലിയ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ഒരു ഡ്രൈവർ ഓടിക്കുമ്പോഴും 4000, 1000, 2000 യാത്രക്കാരുമായി ആകാശസീമകളിലൂടെ വിമാനം സഞ്ചരിക്കുമ്പോഴും തിരമാലകളെ ഇളക്കി മറിച്ചുകൊണ്ട് സമുദ്രത്തിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുമ്പോഴും ഇവിടെയെല്ലാം നിയന്ത്രിക്കുന്നത് ഞാനാണെങ്കിലും ഇതിന്റെ നിയന്ത്രണകായ കർത്താവ് റബ്ബേ നീയാണ് റബ്ബേ. വമാ കുന്നാ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാസാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഞാൻ ഇതിന്റെ നിയന്ത്രണ കർത്താവല്ല. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഏതൊരു പ്രാർത്ഥനയുടെയും അവസാനം ഇപ്രകാരം കാണാം: വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. റബ്ബേ, ഞങ്ങൾ മടങ്ങി വരുന്നത് റബ്ബേ നിന്റെ അടുക്കലേക്കാണ്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ആറ്റിങ്ങലിലെ ഈ പള്ളിയിലേക്ക് ഖുത്ബ നടത്തുന്നതിനു വേണ്ടി ഞാനൊരു 11 മണിക്ക് വാഹനത്തിൽ കയറി
ആറ്റിങ്ങൽ ടൗണിലേക്ക് വരുന്നതിനു മുമ്പ് ആ വണ്ടിക്ക് വല്ല ദുരന്തങ്ങളും പ്രശ്നങ്ങളും സംഭവിച്ചാൽ ഒരുപക്ഷെ എൻ്റെ ജീവൻ അപകടപ്പെട്ടു പോകും. ആ അപകടപ്പെട്ടു പോകാതെ എന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ചവനാരാണ്? അള്ളാഹുവാണ്. അതാണ് റബ്ബ് പറയുന്നത്, ആരാണ് നിങ്ങളെ കരയിലും കടലിലെയും നിഗൂഢതകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് ആരാണ് നിങ്ങളെ രക്ഷിക്കുവാനുള്ളത്? പ്രിയമുള്ളവരെ, ആരും നമ്മെ രക്ഷിക്കാനില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഏതെങ്കിലും ദുരന്തങ്ങളിൽ നാം പെട്ടുപോയാൽ, ഏതെങ്കിലും ദുരിതങ്ങളിൽ നാം പെട്ടുപോയാൽ രഹസ്യമായി കൊണ്ടും വിനയത്തോടും നമ്മെ ബാധിച്ചിരിക്കുന്ന രോഗമാകട്ടെ, നാം അകപ്പെട്ടുപോയ ദുരന്തമാകട്ടെ, നാം സഞ്ചരിക്കുന്ന ആ ബസിന്റെ ഡ്രൈവർ പറയുന്നു, ഇതിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു പോയി, നിയന്ത്രണം എൻ്റെ കയ്യിലല്ല, എന്തും സംഭവിക്കാം. ആ സമയത്ത് നാം അല്ലാഹുവിനോട് വിനയത്തോടെയും സൗമ്യതയോടെയും റബ്ബിനോട് നാം പ്രാർത്ഥിക്കും. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ലൈൻ അൻജാനാ മിൻ ഹാദിഹി, അല്ലാഹുവേ എന്നെ ബാധിച്ച ഈ ദുരിതത്തിൽ നിന്ന്, ഈ ദുരന്തത്തിൽ നിന്ന് നീ എന്നെ സുരക്ഷിതമാക്കിയാൽ, നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ, ലനകൂനന്ന മിനശ്ശാകിരീൻ, അല്ലാഹുവേ നിനക്ക് ശുക്റുള്ളവരായി, നല്ല മനുഷ്യനായി, റബ്ബേ നിന്നെ ഓർമ്മിക്കുന്നവനായി, നിന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ റബ്ബേ നിനക്ക് ശുക്റുള്ളവനായി ഞാൻ മാറാം എന്ന് റബ്ബിനോട് മനുഷ്യരാകുന്ന, വിശ്വാസികളാകുന്ന മനുഷ്യരൊക്കെ റബ്ബിനോട് പ്രാർത്ഥിക്കും. റബ്ബ് പറയുകയാണ്, ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ, അങ്ങനെ ആ മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന, ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ, അങ്ങനെ അവനെ ബാധിച്ചിരിക്കുന്ന ദുരന്തമുഖത്ത് നിന്ന്, അവനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറിന്റെ 4ാം സ്റ്റേജിൽ നിന്ന്, അതെ, രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയപ്പോ ബ്ലഡ് ചെറുതായിട്ട് മലത്തോടൊപ്പം ഇച്ചിരി ബ്ലഡ് പോയി, വല്ലാത്ത ഭയപ്പാടായി. അത് 2-3 ദിവസം തുടർന്നപ്പോ ഒരു വിദഗ്ധനായ ഡോക്ടറെ കണ്ടു, ഒരു കൊറോണോസ്കോപ്പി എടുത്ത്, അപ്പോ ക്യാൻസറിന്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് പറഞ്ഞു. ചികിത്സകളൊക്കെ നടത്തുന്നതിനിടയിൽ അവൻ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണ്? വിനയത്തോടെ, റബ്ബിനോട് ഭവ്യതയോടെ. ഒരു രക്ഷാമാർഗവുമില്ല, ഞാൻ ചികിത്സിക്കുകയാണ് റബ്ബേ, ശിഫ നൽകുന്നത് നീയാണ്, ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് നീയാണ്. ഏത് പ്രതിസന്ധിയിലും, ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ വീടും പരിസരങ്ങളും നഷ്ടപ്പെട്ട് മലവെള്ളപ്പാച്ചിലിൽ ശക്തമായി ഒഴുകിപ്പോകുമെന്ന സ്റ്റേജിലെത്തുമ്പോ എല്ലാ പരദൈവങ്ങളെയും മനുഷ്യൻ വിട്ട് ഏകനായ അല്ലാഹുവിനെ മാത്രം, ഏകനായ സൃഷ്ടാവിനെ മാത്രം വിളിക്കുന്നൊരവസ്ഥ മനുഷ്യനിലേക്ക് കടന്നു വരും. എന്നാൽ ആ ദുരന്ത സമയത്ത് അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. ആ ദുരിതത്തിൽ നിന്നും, ആ ദുരന്തത്തിൽ നിന്നും ആ മനുഷ്യനെ രക്ഷപ്പെടുത്തിയാൽ സുമ്മ അൻതും തുശ്രികൂൻ, എന്നിട്ട് വീണ്ടും ആ റബ്ബിനോടവൻ പങ്കു ചേർക്കുകയാണ്, ആ അല്ലാഹുവിനോടവൻ പങ്കു ചേർക്കുകയാണ്. എന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ ധരിച്ചിരുന്ന, എൻ്റെ കയ്യിലെ തങ്ങളുപ്പാപ്പ തന്ന ആ മോതിരമാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. പലപ്പോഴും നാം ആറ്റിങ്ങലിൽ നിന്ന് പോകുമ്പോ ഇവിടെ ഒരു കടുവയിൽ മസ്ജിദ് ഉണ്ട്. ആ മസ്ജിദിന് സമീപം അവിടെ ചില്ലറകൾ എറിയും. എന്തിനാണ് എറിയുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ വാഹനം ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും എനിക്ക് സേഫ് ആകണം, എനിക്ക് സുരക്ഷിതമാകണം. പ്രിയമുള്ളവരെ, വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആ മനുഷ്യൻ, അദ്ദേഹം മരണപ്പെട്ടു പോയി. ആ മരിച്ചുപോയ മനുഷ്യനാണോ നമ്മുടെ സ്റ്റിയറിംഗ് നിയന്ത്രിക്കുന്നത്, നമ്മെ സുരക്ഷിതമാക്കുന്നത്? ഇവിടെയാണ് റബ്ബിനെ നാം ഓർക്കേണ്ടത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സൃഷ്ടികളിലേക്കല്ല നമ്മെ തിരിക്കുന്നത്, പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിലേക്കാണ്, റബ്ബിലേക്കാണ്. ഒരു വാഹനം കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ 4 നാരങ്ങ ആ വാഹനത്തിന്റെ ടയറുകൾക്കടിയിലേക്ക് വെക്കും. ആ നാരങ്ങയുടെ മേളിലൂടെ കയറ്റി ഇറക്കിക്കൊണ്ടാണ് നമ്മുടെ വാഹനങ്ങൾ പുറത്തേക്ക് പോകുന്നത്. ഒരു വിശ്വാസി അങ്ങനെയാണോ പ്രിയമുള്ളവരെ? ദാഹിച്ചു വലഞ്ഞ ഒരു മനുഷ്യന് ആ നാരങ്ങ നീരൊന്ന് പിഴിഞ്ഞ് അവന് കൊടുത്താൽ
ആ മനുഷ്യന്റെ ദാഹം മാറും. എന്നാൽ ഈ നാരങ്ങയുടെ മേളിലൂടെ ആ വാഹനം കയറ്റി ഇറക്കുന്ന ഒരു അന്ധവിശ്വാസം പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലും കടന്നുകൂടിയിട്ടുണ്ടോ? അതിലൂടെ വല്ല രക്ഷയുമുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഏതെങ്കിലും മക്ബറകളിലെ നൂലുകളും ഏലസുകളും ഒക്കെ നമ്മുടെയൊക്കെ വാഹനങ്ങളുടെ സ്റ്റിയറിംഗിൽ കാണാം. പലപ്പോഴും വിശ്വസിക്കുന്നത് ഈ സ്റ്റിയറിംഗ് ഈ കിടക്കുന്ന ഔലിയാഇന്റെ ആ ഒരു ബർക്കത്ത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ പട്ട് കെട്ടിയത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസം പിഴച്ചുപോയി. ഇവിടെയാണ് അല്ലാഹു പറഞ്ഞത്, ദുരിതങ്ങളിലും ദുരന്തങ്ങളിലും അവൻ എന്നോട് പ്രാർത്ഥിച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നു? പ്രതിസന്ധികളിൽ അവൻ സുമ്മ അൻതും തുശ്രികൂൻ, റബ്ബിനോടവൻ പങ്കു ചേർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ അർജുൻ എന്ന ആ സഹോദരന്റെ ആ മണ്ണിൽ പുതഞ്ഞുപോയ ആ ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതിനെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് നാവികരും അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സുരക്ഷിത മേഖലകളും ആ സഹോദരന്റെ ആ ഡെഡ് ബോഡിയെ സുരക്ഷിതമാക്കാൻ കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോഴും ഈ 10 ദിവസമായിട്ടും നാം ഇരുട്ടിൽ തപ്പുകയാണ്. എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരം അള്ളാഹു കാണിച്ചു കൊടുക്കുമാറാകട്ടെ. ഇത്തരം ദുരന്തങ്ങളിലും ദുരിതങ്ങളിലുമൊക്കെ മനുഷ്യൻ പെട്ടുപോകുമ്പോ, നിസ്സഹായമായ അവസ്ഥകളിൽ പെട്ടുപോകുമ്പോ, രോഗങ്ങളുടെ വല്ലാത്ത പ്രതിസന്ധികളിൽ വീണുപോകുമ്പോ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. മനുഷ്യൻ എന്തെങ്കിലും ദുരിതങ്ങളോ ദുരന്തങ്ങളോ ബാധിച്ചാൽ ദഅന, അവൻ നമ്മോട് പ്രാർത്ഥിക്കും. എങ്ങനെയാണ്? ലിജംബിഹി ഔ ഖായിദൻ ഔ ഖായിമ, കിടന്നുകൊണ്ട്, കിടപ്പ് രോഗിയാണ്, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, ഹോസ്പിറ്റലിൽ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, കിടന്ന കിടപ്പിൽ പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിക്കുന്നു. അവൻ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഔ ഖായിദൻ ഔ ഖായിമ, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും മനുഷ്യൻ ദുരിതങ്ങളും ദുരന്തങ്ങളും ബാധിക്കുമ്പോ റബ്ബിനോട് അവൻ പ്രാർത്ഥിക്കും. ഫലമ്മാ കശഫ്നാ അൻഹു ദുർറ, അവനെ ബാധിച്ച ദുരിതങ്ങൾ നാം മാറ്റിക്കൊടുത്താൽ, അവനെ ബാധിച്ച വേദനകൾ ഞാൻ മാറ്റിക്കൊടുത്താൽ, ഒരു ദുരന്ത ഭൂമികതയിൽ നിന്ന് ഒരു സമൂഹത്തെ ഞാൻ രക്ഷപ്പെടുത്തിയാൽ, പ്രതിസന്ധിയിൽ അവൻ എന്നോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്തവനെ പോലെ, എന്നോടവൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടില്ലാത്തവനെ പോലെ, നന്ദികേടിനൂടെ അവൻ മടങ്ങിപ്പോകുന്ന പച്ചയായ മനുഷ്യരുടെ നന്ദികേടിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഈ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഏതൊരു ദുരന്തത്തിലും പ്രഭാതത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞങ്ങളെല്ലാം നിന്നിലേക്ക് പരമേൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, പടച്ച റബ്ബേ ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വാഹനങ്ങൾ, ഞങ്ങളുടെ പ്രതിസന്ധികളിൽ അല്ലാഹുവേ രക്ഷയേകുന്നത് നീ മാത്രമാണ്. നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നുമുള്ള സുരക്ഷിതത്തിനു വേണ്ടി അഊദു ബികലിമാതില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ, അല്ലാഹുവേ നീ സൃഷ്ടിച്ച എല്ലാ ദുരിതങ്ങളിൽ നിന്നും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും റബ്ബേ ഞങ്ങൾ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് റബ്ബിനോട് നാം പ്രഭാതത്തിലും പ്രദോക്ഷത്തിലും പ്രാർത്ഥിക്കണം. അവിടെ റബ്ബിനോട് നാം ഒന്നിനെയും പങ്കു ചേർക്കരുത്. പ്രിയമുള്ളവരെ, നൂലുകളും മേലസ്സുകളും ദർഗകളും ആൽത്താരകളും നമുക്കൊരു രക്ഷയല്ല. നമ്മുടെ രക്ഷകൻ അല്ലാഹുവാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, ഏതൊരു പ്രതിസന്ധിയിലും ഏതൊരു ദുരിതത്തിലും ദുരന്തത്തിലും നമുക്ക് മേളിൽ നിയന്ത്രണകർത്താവായി വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, തന്റെ അടിമകൾക്ക് മേളിലായി അല്ലാഹുവാണ് നിയന്ത്രണാധികാരി. സൃഷ്ടികളല്ല, മനുഷ്യരല്ല. നമുക്കുള്ള കഴിവുകളിൽ നാം പ്രവർത്തിക്കുന്നു, പക്ഷേ എല്ലാം നിയന്ത്രിക്കുന്നവൻ മലിക്കുൽ ജബ്ബാറായ സർവ്വലോകത്തിന്റെയും സൃഷ്ടാവായ അല്ലാഹുവാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ് വൈറുസ്സിലു അലൈക്കും ഹഫള, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ സൂക്ഷിപ്പുകാരായ മലക്കുകളെ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. നിങ്ങളെ ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും രാത്രിയിൽ നാം ഉറങ്ങുമ്പോൾ നമ്മുടെ മൂക്കിൽ പ്ലാസ്റ്റർ ഒട്ടിക്കാറുണ്ടോ? നമ്മുടെ ചെവിയുടെ ദോരങ്ങളിൽ എന്തെങ്കിലും അടക്കാറുണ്ടോ?
ആ നമ്മുടെ ദൂരങ്ങളിലൊന്നും ഒരു ജീവിയും കടന്നു പോകാതെ അള്ളാഹുവിന്റെ കാവലും സംരക്ഷണവും നമുക്കുണ്ടാകുന്നു. പക്ഷേ നിങ്ങളുടെ മരണത്തിന്റെ സമയമെത്തിയാൽ ഈ ഭൂമിയിൽ എന്നുമെന്നും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. നിപ്പ ബാധിച്ച 14 വയസ്സുകാരനായ മകന്റെ ആയുസ് അന്നുവരെയുള്ളൂ. അതാണ് അള്ളാഹു പറഞ്ഞത്, മരണത്തിന്റെ സമയമെത്തിയാൽ, നിങ്ങളുടെ അജലെത്തിയാൽ, നമ്മുടെ ദൂതന്മാർ നിങ്ങളെ മരണപ്പെടുത്തും. എന്നിട്ടോ വഹും ലാ യുഫർരിതൂൻ, അവർ ഒരു വിട്ടുവീഴ്ചയും വരുത്തുകയില്ല. അള്ളാഹുവിന്റെ അജ്ഞാനുവർത്തികളായ മലക്കുകൾ ആ സമയവും സെക്കൻഡിലും നമ്മളെ മരണപ്പെടുത്തും. ആ ഒരു ബോധ്യവും ബോധനവും പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം. എല്ലാ ദുരന്ത മുഖങ്ങളിൽ നിന്നും അള്ളാഹുവേ നമ്മളെ രക്ഷിക്കണമേ എന്ന് നിരന്തരം റബ്ബിനോട് പ്രാർത്ഥിക്കണം. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വ അഖ്തഅനാ. അള്ളാഹുവേ, ഞങ്ങളുടെ പിഴവ് കൊണ്ട്, നീ തന്ന സമ്പത്തിന്റെ പേരിൽ, എൻ്റെ വിലപിടിപ്പുള്ള വാഹനത്തിന്റെ പേരിൽ, എൻ്റെ സമ്പത്തിന്റെ പേരിൽ, എൻ്റെ ഒരു സുന്ദരമായ 2000-3000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടുണ്ട് എന്നതിൻ്റെ പേരിൽ, പലപ്പോഴും പലതിൻ്റെ പേരിലും ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്. റബ്ബേ, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വ അഖ്തഅനാ. അല്ലാഹുവേ, എന്നിൽ സംഭവിച്ചു പോയ പിഴവുകളുടെ ഈ പേരിലും അബദ്ധത്തിന്റെ പേരിലും നാഥാ, നീ എന്നെ പിടികൂടല്ലേ റബ്ബേ. വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിനാ. നമുക്ക് മുമ്പുണ്ടായിരുന്ന പൂർവികരായ ആദ് സമൂദ് ഗോത്രത്തിന്റെ മേൽ, പല ധിക്കാരികളുടെ മേലും റബ്ബേ നീ വലിയ വലിയ പരീക്ഷണങ്ങളും ശിക്ഷകളും അവരിലേക്ക് ഇറക്കി. അതുപോലെ നീ നാഥ ഞങ്ങളിലും ഞങ്ങളുടെ രാജ്യത്തിലും വിശ്വാസികളിലും അത്തരം പരീക്ഷണങ്ങൾ നൽകരുതേ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. താങ്ങാൻ കഴിയാത്ത വേദനകൾ, രാത്രിയിൽ ഭാര്യയും മക്കളും എല്ലാം ഉറങ്ങുമ്പോഴും വേദന കൊണ്ട് എണീറ്റിരിക്കുന്നൊരവസ്ഥ, വല്ലാത്ത പ്രതിസന്ധികളിൽ നാഥ, താങ്ങാനാകാത്ത രോഗങ്ങൾ കൊണ്ട്, പരീക്ഷണങ്ങൾ കൊണ്ട്, പ്രതികൂലമായ വല്ലാത്ത കാലാവസ്ഥ കൊണ്ട്, ദുരന്തമുഖങ്ങൾ കൊണ്ട് നാഥ നീ ഞങ്ങളുടെ മേൽ പരീക്ഷിക്കല്ല റബ്ബേ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണം, നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകണം. വഗ്ഫിർ ലനാ, നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണം. വർഹംനാ, അല്ലാഹുവേ നിന്റെ കാരുണ്യം ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ അയൽക്കാരിൽ, ഞങ്ങളുടെ രാജ്യത്തിന് സംവിധാനിക്കണമേ റബ്ബേ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ. നീയാണ് ഞങ്ങളുടെ യജമാനൻ. അല്ലാഹുവേ, ഞങ്ങളുടെ സൃഷ്ടാവ്, ഞങ്ങളുടെ നിയന്ത്രണാധികാരി മരിച്ചുപോയ CM വലിയുള്ളാഹിയല്ല, മരിച്ചുപോയ മഹാന്മാരല്ല, മരിച്ചുപോയ ഖബറുകളിൽ കഴിയുന്ന ആ മനുഷ്യരല്ല. പ്രിയമോ അല്ലാഹു മാത്രമാണ് എൻ്റെ മൗല, എൻ്റെ യജമാനൻ എന്ന ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം പ്രിയമുള്ളവരെ. ആ ചിന്ത മാറി ചില ഏലസുകളിലും ചില നൂലുകളിലും ചില ഖബറുകളിലുമൊക്കെയാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ പൂർണ്ണമായും നമ്മൾ ആ ശരിയായ മാർഗത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഫൻസുറുനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുവേ, സത്യനിഷേധികളുടെ കുതന്ത്രങ്ങളിൽ നിന്നും വർഗീയതയിൽ നിന്നും അനൈക്യങ്ങളിൽ നിന്നും നാഥാ നീ ഞങ്ങളെ സംരക്ഷിക്കണമേ. ആമനർ റസൂലുവിന്റെ അവസാനം അഥവാ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 വചനങ്ങൾ പ്രാർത്ഥനകളാണ് പ്രിയമുള്ളവരെ. റബ്ബിനോട് നാം പ്രാർത്ഥിക്കണം, എല്ലാ ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നാഥാ നീ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് റബ്ബിനോട് നാം പ്രാർത്ഥിക്കണം. എല്ലാ ദുരിതങ്ങളിൽ നിന്നും കാരുണ്യവാനായ അല്ലാഹു